ഏകദേശം കല്യാണത്തിന്റെ ഒരു മാസം മുമ്പേ 1.5 മാസം മുമ്പേ വീട്ടില് എന്റെ അമ്മയ്ക്ക് ഡെങ്കിപ്പനി വന്ന് കിടപ്പിലാവുന്നത്. അപ്പൊ ഡെങ്കിപ്പനി വന്ന് കിടപ്പിലാവുന്നത് മീൻസ് പിന്നെ പെട്ടെന്ന് കൗണ്ട് കുറയുകയാണ് ചെയ്യുന്നത്. കൗണ്ട് കുറഞ്ഞ സമയത്ത് ഡോക്ടറെ കണ്ടു. അപ്പൊ ഡോക്ടറെ കണ്ട സമയത്ത് എന്ത് ചെയ്തില്ല, ഒരു മാറ്റവും ഇല്ലെന്ന് തന്നെ പറയാം. കുറെ ദിവസങ്ങൾ പോയി. ഇപ്പൊ പോയിരുന്ന സമയത്തുള്ള ഡോക്ടർ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് പഴങ്ങൾ കഴിക്കുക. ഈ 2 ഓപ്ഷനാണ് അവർ പറയുന്നത്. അപ്പൊ ഇത് തീരെ അപ്പൊ കുറെ ദിവസം 2, 3, 4, 5 ദിവസം കഴിഞ്ഞ സമയത്ത് വീണ്ടും വീണ്ടും ബോഡി വളരെ വളരെ വീക്കായി മീൻസ് എണീക്കാൻ പറ്റുന്നില്ല. വീട്ടില് ഒരു കിടന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷൻ അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പം വീട്ടിൽ അത്രയും വളരെ കുറഞ്ഞ സമയമുള്ളൂ. ആ സമയത്ത് വീട്ടിൽ എന്താണ് ആകെ ജോലിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ വീട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അപ്പൊ അങ്ങനെ മുടങ്ങി കിടക്കുന്ന ഒരു സമയം. അപ്പോഴാണ് ഞാൻ ഈ പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഇതിലൊരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് അറിയുകയും ഈ ഒരു ഫ്രൂട്ടിന്റെ ജ്യൂസ് ഉണ്ടെന്ന് അറിയുകയും അതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എനിക്ക് ആ സമയത്ത് ഇതിനെ പറ്റി അറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്യണം, നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ ധനീഷ് മാധവൻ സാറിനെ കോണ്ടാക്ട് ചെയ്ത് സുജയ് സാറ് വഴി ഞാൻ നമ്മുടെ ഒരു 95 കളക്ട് ചെയ്തു. അങ്ങനെ 95 കളക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് രാത്രിയാണ്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 7 മണി സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഒരു സിപ്പ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കണം, ആ സമയത്ത് ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാത്രി പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത കണ്ടീഷനിൽ കിടക്കുകയാണ്. ശരീരത്തിലൊക്കെ ഒരു നീരൊക്കെ വന്നിന്ന് തടിച്ചിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു അമ്മ ഉണ്ടായിരുന്നത്. കൗണ്ട് ദിവസം കുറഞ്ഞു. ടെസ്റ്റ് ചെയ്തതിനനുസരിച്ച് കൗണ്ട് കുറഞ്ഞു ലാസ്റ്റ് 59,000 പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ടിലേക്ക് വന്നു. WBC എന്ന് പറഞ്ഞ വൈറ്റ് ബ്ലഡ് സെൽസ് ഏകദേശം 2000-ന് താഴെ. അപ്പൊ ഒട്ടും വയ്യ, പനിയാണെങ്കിൽ കുറയുന്നില്ല. അപ്പൊ അങ്ങനെ ഭക്ഷണമാണെങ്കിൽ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പഴങ്ങളോ വെള്ളമോ ഒക്കെ കുടിക്കുക, അതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതൊന്നും കാര്യമായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനത്തെ വളരെ മോശം ഒരു സിറ്റുവേഷനിലാണ് ഒരു ദിവസം ഞാൻ വന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു പാക്കറ്റ് 95ന്റെ സിപ്പ് പൊടിച്ചു കൊടുക്കുകയാണ്. എനിക്കുണ്ടായിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇതൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര വലിയൊരു, എന്റെ ലൈഫ് തിരിച്ചു തന്ന ഒരു പ്രൊഡക്റ്റാണ് 95 എന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. തൊട്ടടുത്ത ദിവസം ഉണ്ടായിരിക്കുന്ന കാര്യം എങ്ങനെയാ വെച്ചാൽ, അമ്മ അവിടെ വീട്ടില് ഒരു റൂമില് അമ്മ ബെഡില് എന്താണ് കട്ടില് പിന്നെ ബെഡിൽ എന്താണ് അമ്മ ഇങ്ങനെ കിടക്കുവാണ്. അപ്പൊ അതിന്റെ തൊട്ട് താഴെയായിരുന്നു ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നത്, പാ വിരിച്ചിട്ട് തൊട്ട് താഴെ കിടക്കുമായിരുന്നു. കാരണം അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, രാത്രി ഇപ്പൊ എന്തെങ്കിലും കുടിക്കാൻ ചൂടുവെള്ളമോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ചെയ്ത് അങ്ങനെ തൊട്ടടുത്ത ദിവസം ഉണ്ടായിരുന്ന ഒരു വലിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സാധാരണ ദിവസങ്ങൾ ഒരു 6 മണിയൊക്കെ ആകുന്ന സമയത്ത് ഞാനായിരുന്നു ആദ്യം എണീറ്റിട്ട് അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ വെള്ളമോ കാര്യങ്ങളൊന്നും വേണമെങ്കിൽ എടുത്തു കൊടുക്കുമായിരുന്നു. പക്ഷെ പിറ്റേന്ന് കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാല്, ഞാൻ എണീക്കുന്നതിന് മുമ്പേ തന്നെ അമ്മ കട്ടിൽ എണീറ്റിരിക്കുകയാണ് കണ്ടത്. തലേ ദിവസം ഒരൊറ്റ സിപ്പ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, ഒരൊറ്റ സിപ്പ്. നിങ്ങൾ നോക്കണം അതിന്റെ പവർ. അത് മാജിക്കൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാല് അത് ഒരു അമേസിങ് മാജിക്കൽ പ്രോഡക്റ്റ് ആണ്, ഒരു സാധാ പ്രോഡക്റ്റ് അല്ല. ഒരൊറ്റ സിപ്പ് കഴിച്ച സമയത്ത് ബെഡ്ഡനായിട്ടുള്ള ഒരു പേഴ്സൺ എന്താണ് എണീറ്റ് ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ എണീറ്റ് ഇരുന്നു കൊണ്ടിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോഴും എന്റെ ഓർമ്മയിലുള്ള ഒരു കാര്യമാണ്, മോനെ എനിക്ക് ഇന്നലെ തന്ന ആ ഒരു സാധനം എനിക്ക് ഒന്നുകൂടി തന്നു. അങ്ങനെ ഞാൻ 2ാമത്തെ സിപ്പ് എടുത്ത് പൊട്ടിച്ച് വളരെ സന്തോഷത്തോടെ എന്ത് ചെയ്തു കൊടുത്തു. അപ്പൊ അങ്ങനെ ആ സിപ്പും കഴിച്ച്, അങ്ങനെ ശരിക്കും പറഞ്ഞാൽ 2 ദിവസം കഴിച്ച സമയത്ത് എണീറ്റ് നടക്കാൻ തുടങ്ങി. അന്നേരം അടുത്ത ദിവസം തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ 59,000ന്റെ കൗണ്ട് ഏകദേശം 95,000-ലേക്ക് വന്നു. ഒന്നും നോക്കിയില്ല, 2 നേരം വെച്ച് കൊടുത്തു, രാവിലെയും രാത്രിയും കൊടുത്തു. അടുത്ത 2 ദിവസം കൊണ്ട് 1.25 ലക്ഷത്തിലേക്കും, പിന്നെ അടുത്ത 2 ദിവസം കൊണ്ട് ഏകദേശം 1.25 ലക്ഷം, 2 ലക്ഷം, 3.5 ലക്ഷം, 4 ലക്ഷം, ഇങ്ങനെ കൗണ്ട് കൂടി പോയി. ഏകദേശം ഒരു 1 വീക്കില് 100% ക്യൂർ ആയി. നല്ല രീതിയിലുള്ള മാറ്റം, വളരെ പോസിറ്റീവ്. ഈ കൗണ്ട് കൂടിയതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചെന്നറിയോ? പനി താനേ കുറഞ്ഞു പോയി. ഈ കൗണ്ട് കൂടാത്തത് കൊണ്ടാണ് പനി കുറയാത്തത്. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് കൗണ്ട് കൂടിയ സമയത്ത് പനി എന്തായി, മെല്ലെ മെല്ലെ താഴോട്ട് വന്നു. അങ്ങനെ പനിയൊക്കെ മാറി. പിന്നെ അത് മാത്രമല്ല, ഈ ഡെങ്കി ഫീവർ വന്ന ആളുകൾക്കൊക്കെ അറിയാം, അവിടെ ഒരു ബോഡിയിൽ ഒന്ന് വന്ന് അതൊന്ന് മാറിക്കഴിഞ്ഞാലും ഒരു മിനിമം ഒരു 1-1.5 മാസത്തെങ്കിലും ജോയിന്റ് പെയിനുകൾ ഉണ്ടാവും. ശരീരത്തിൽ മൊത്തത്തിൽ അവിടെ ഇവിടെയൊക്കെ വേദനയായിട്ട് ഭയങ്കര പ്രയാസം ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, 95 ഒരു 10 സിപ്പേ 10-15 സിപ്പേ അമ്മ കഴിച്ചിട്ടുള്ളൂ. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ഒരു തരത്തിലുള്ള ജോയിന്റ് പെയിനും ഒന്നും തന്നെയില്ല.
ആ പനി അങ്ങ് മാറലും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു എനർജിയിലേക്ക് വന്നു, നല്ല എനർജിയിലേക്ക് വന്നു. ഒരു പ്രശ്നമില്ല, സാധാരണയായിട്ടുള്ള അടുത്ത നെക്സ്റ്റ് വീക്കിൽ മാരേജ് ആണ്. അപ്പൊ അങ്ങനെ കല്യാണം ഒക്കെ ആയി ബന്ധപ്പെട്ട് ഒരു പ്രയാസമില്ല, നല്ല ഹാപ്പി ആയിട്ട് എന്റെ ലൈഫ് തിരിച്ചു തന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഈ 95 മാറിയതിന്റെ ഭാഗമായിട്ട് ഏകദേശം ഞാൻ എന്താ പറയാ, പിന്നെ 100% നല്ല 100% കാര്യങ്ങളൊക്കെ മാറിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഇതിനെക്കുറിച്ച് ഒന്ന് പഠിക്കാൻ തയ്യാറായി.